വസ്തുക്കൾ വിൽക്കാനും വാങ്ങിക്കാനും ഉള്ളവർ, അതിൻ്റെ പേര് നഷ്ടം വന്നവർ, അതിൻ്റെ പേര് പണം സമയത്ത് കിട്ടാതിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ എല്ലാം കൈവിട്ടു പോയ പോലെ തോന്നുന്നവർ, കടകളും വരുമാന മാർഗങ്ങളും മാസങ്ങളായി പൊട്ടിക്കിടക്കുന്ന കാരണം അവിടെ സാധനം നശിക്കുന്നു, അതുപോലെ തന്നെ കൊടുത്തു വിട്ടാൻ പറ്റണില്ല, എടുത്തു വെക്കാൻ പറ്റണില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അവിടെ മേലെല്ലാം കർത്താവിൻ്റെ പ്രത്യേകമായ കരുണയും കൃപയും ഈ നിമിഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തുസംബന്ധമായ എല്ലാ മേഖലകളിലേക്ക് സ്പർശിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുമൂലം സാമ്പത്തിക ഞെരുക്കത്തിലും ജപ്തിക്കുരുക്കിലും കഴിയുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം, നിറവോടെ കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. ബലമേകി ബലവാനായോ നടത്തിയിരുന്നു, ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ കർത്താവേ, അവിടുത്തെ കൃപ നിറയ്ക്കണമേ കർത്താവേ. ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കള്, ഷഹീന ടിവിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവേ പല സമയങ്ങളില് സമയം കിട്ടുമ്പോൾ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, അവർ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, അവരുടെ കുടുംബത്തിന്റെ ദുരിതങ്ങൾ വേദനകള് കർത്താവേ ഏറ്റെടുക്കുന്നതിനോട് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധി അമ്മേ, മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, പിന്നെ ജോലിക്ക് പൈസ കൊടുത്തവർ, അവരെ അഡ്മിഷൻ വിദേശ രാജ്യങ്ങളിൽ എടുത്തവർ, പക്ഷെ പോകാൻ പറ്റാതെ വരുന്നവർ, ചിലർ വിദേശ ജോലി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവർ, നാട്ടിലെ ജോലി അന്വേഷിക്കാൻ മനസ്സില്ലാത്തവർ, അത് അവരുടെ അഭിമാനമോ ദുരഭിമാനമോ എന്തോ ഒരു മാനസികമായ ഒരു തകർച്ച. മറ്റുള്ളവരെല്ലാം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എല്ലാം വിദേശത്ത് പോയത് കാരണം നാട്ടിൽ ജോലി നോക്കാനുള്ള ഒരു കുറച്ചിൽ. ഇങ്ങനെയൊക്കെ കുറേ പാപകരമായ ദൈവത്തിൽ നിരക്കാത്ത ജഡിക മനോഭാവങ്ങൾ സൂക്ഷിക്കുന്ന അനേകം മക്കൾ കുടുംബത്തെ തകർക്കുന്നുണ്ട്. ശരിക്കും ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്. ബന്ധുക്കളെല്ലാം കാനഡയിൽ പോയെന്ന് പറഞ്ഞ് ഞാനും പോയില്ലെങ്കിൽ ഞാനിങ്ങനെ PSC ടെസ്റ്റ് എഴുതുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പരിപാടിയാണ്! അവർക്കതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പറ്റണില്ല. അവരുടെ ഈഗോ ഭയങ്കര ശക്തമാണ്. പിന്നെ ചെറിയ പണമൊന്നും പോരാ, ലക്ഷങ്ങൾ തന്നെ ശമ്പളം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുമുണ്ട്. ഇതൊന്നും ആഗ്രഹിക്കുന്നതല്ല സംഭവം. പണത്തിന് ഭയങ്കരമായ, അതായത് ജീവിച്ചാൽ പോരാ, എല്ലാവരെക്കാളും അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അതൊരു ജീവിതമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേവലാതിപ്പെടുന്ന കാലം ഇങ്ങനെ മാറുന്നതനുസരിച്ച് മനുഷ്യനൊരു തരം ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കണ കാണാം, പക്ഷെ ഭയങ്കര വട്ട് കേസുകളാണ് 10-മുക്കാലും. ഈ വട്ട് കേസുകളെ ചികിത്സിക്കുന്നത് ഭയങ്കര പാടാണ് വീട്ടുകാർക്കും. എത്ര എണ്ണമാണെന്നറിയാം, കെട്ടാതെയും ജോലിയില്ലാതെയും ജോലി അന്വേഷിച്ച് ഇപ്പം തന്നെ ഫ്ലൈ ചെയ്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നാട്ടിൽ ജോലി അന്വേഷിക്കാതെ
കറങ്ങി നടക്കുന്നവർ എന്തുമാത്രമാണ്. എല്ലാം വട്ട് കേസാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്കൊക്കെ ബോധം ഉണ്ടാകണം ശരിക്കും. കാരണം അവർക്ക് ബോധം ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ട ഉള്ളത് മാത്രം എനിക്ക് തരണം കർത്താവേ എന്ന് പറയണം. അതിൽ തൃപ്തിപ്പെടാനുള്ള ബോധം ഉണ്ടാകണം. അതാണ് സാമാന്യ ബോധം എന്ന് പറയുന്നത്. സാമാന്യ ബോധം അല്ലാത്തത് വട്ടാണ് ശരിക്കും. കാര്യം ജീവിക്കാനുള്ളൊരു ബോധം, ജീവിക്കാനുള്ള ആവശ്യം, അടിസ്ഥാനത്തിൻ്റെ ആവശ്യമുള്ള, അതായത് മറ്റുള്ളവരുടെ മുമ്പ് കൈ നീട്ടാതെ ജീവിക്കാനുള്ളത് എനിക്ക് തരണം എന്നാണ് മനുഷ്യൻ ആദ്യം ദൈവത്തോട് പറയേണ്ടത്. അല്ലാതെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെ കോടികൾ സമ്പാദിക്കുന്നു, അതുപോലെ സമ്പാദിച്ചിലെ ജീവിതം ആകത്തിലും ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. അവരുടെ പേരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണം. അതൊക്കെ ബാധകളാണ് ശരിക്കും പറഞ്ഞാൽ. ബാധിച്ചവർ എന്തോ ഒരു ലോകത്തിൻ്റെ വിഷപ്പകർച്ച ബാധിച്ചവരാണ്. ഇതിന് ബാധ, ഈ ബാധയാണ് ഉച്ചാരണം ചെയ്യേണ്ടത്. അല്ലാതെ പിശാച് കിടന്ന് വിളിച്ച് കൂപ്പിട്ടൊരു കാര്യമില്ല. മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് അവൻ്റെ ഈഗോ പിശാചാണ്. ആ പിശാച ഉച്ചാരണം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുള്ളവരുടെ മേലാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടേണ്ടത്. ശ്രദ്ധിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, ഓരോ കുടുംബം, ഓരോ വ്യക്തികൾ കാണാത്ത കയറിലെ കെട്ടിയിടപ്പെടുകയാണ് കർത്താവെ. അവരെ സംബന്ധിച്ച കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു തീരുമാനം എടുക്കാനോ അവരെ കർത്താവ് അവരെ ആ തീരുമാനത്തിൽ നിന്ന് തള്ളി മാറ്റിയാൽ കർത്താവ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് തന്നെ ബന്ധനങ്ങൾ കർത്താവ് മോചിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരുടെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. ശ്രുതികട്ടെ. യേശുവേ ആരാധന. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ബാക്കിമാവിൻ്റെ പ്രാർത്ഥനകൾ, ജീവിതാവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവസാനം പ്രാർത്ഥിക്കുക. ആരാധനയുടെ അവസാനം 12:45 പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ദൈവവചന സന്ദേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഈ ദിവസങ്ങളിൽ കൃപാസനത്തിലൊരു സാക്ഷ്യം നിങ്ങൾ കണ്ടു കാണാം. സാക്ഷ്യം ഇതാണ്. പള്ളിപ്പുറത്തെ ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ്. സാക്ഷ്യം ഇതാണ്. ഇവർക്ക് ലുക്കീമിയയാണ്, രക്താർബുദമാണ് രോഗം. അപ്പോൾ രക്താർബുദം രോഗം അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ കേരളത്തിലൊരു പ്രഖ്യാപിതമായ ആശുപത്രിയിലാണ് ടെസ്റ്റ് നടന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാനത് പാടായിരിക്കും, കാര്യം 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ രക്താർബുദം ഈ ആശുപത്രി ചികിത്സിക്കുന്നതിന് 50 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് അത് മുടക്കാനുള്ള കഴിവുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ പോകുന്നതിന് മുമ്പ് RCCയിൽ പോയി കീമോ തുടങ്ങി. അപ്പോൾ കീമോ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ശരീരം ഇങ്ങനെ ഡൗണായി വരികയാണ്. അറിയാമല്ലോ കീമോ പേഷ്യൻ്റെ അവസ്ഥ അറിയാമല്ലോ. അത് രക്താർബുദത്തിൻ്റെ കീമോ കൂടുതലാണ്. അപ്പോൾ അത് കൊണ്ട് ശരീരം വല്ലാത്ത രീതിയിലേക്ക് തളരുകയാണ്. അപ്പോൾ ഇവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ ഉടമ്പടി നിറച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവരുടെ മനസ്സിലെ കർത്താവ് ഒരു വചനം കൊടുത്ത് അവർ നന്നായിട്ട് ആ സാക്ഷ്യം പറയുന്നുണ്ട്. ആ വചനം കൊടുത്തിരിക്കുന്ന ഇതാണ്: ശക്തനായവൻ എനിക്ക്
വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അതാണ് അവിടെ മനസ്സിൽ വന്ന വചനം. ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്തൊരു വചനമാണത്. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് 1-49 വാക്യം. വിശുദ്ധ ലൂക്ക 1-49 വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ആ വാക്ക് അവരുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് ആണ് ലുക്കീമിയ. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് കീമോ കഴിയുമ്പോൾ വളരെ ഡൗൺ ആയിപ്പോയി ആൾ. അപ്പോൾ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി കിട്ടിയ വചനം ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ ഉടനെ അവരെന്നാ ചെയ്യുക വെച്ചാൽ ഭർത്താവിന് നേർച്ച വസ്തുക്കൾ കൊടുക്കുന്നതിന് മുമ്പ്, ഉടമ്പടി തൈലം ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവർ ഈ വചനം ഒരു പേപ്പറിൽ എഴുതി അവിടെ വെച്ച്, ആ പേപ്പറിലാണ്, ആ വചനം എഴുതിയ പേപ്പറിലാണ് നേർച്ച വസ്തു വെച്ചിരിക്കുന്നത്. അതെന്താ കാര്യം? കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ നേർച്ച വസ്തുക്കളിലൂടെ കർത്താവ് അവർക്ക് ചെയ്യും എന്നാണ് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു സ്വരം കേൾക്കും. എന്താണ്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന്. അതൊരു സ്വരമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും തോന്നി പിന്നെ കർത്താവ് സ്വരത്തിൽ സംസാരിക്കാൻ പോകണം. അതായത് ഈ മേഖലയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ബുദ്ധിയുടെ മേഖലയെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 10 ജന്മം അവർ ഈ ഭൂമി ജീവിച്ചിട്ട് ഒരു കഥയുമില്ല, അത് മനസ്സിലാവത്തില്ല. കാര്യം ഇത് ഹൃദയത്തിൻ്റെ ഒരു മേഖലയാണ്. ഈ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കൊടുത്ത വചനമാണ്. ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു, ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയാണ് ആ വചനം എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് ഈ രോഗി ഉപയോഗിക്കാനുള്ള നേർച്ച വസ്തുക്കൾ എടുത്ത് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞ് അവർ സ്വരം കേൾക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. അതിനുശേഷം ഈ രോഗം പൂർണ്ണമായി അങ്ങ് സുഖപ്പെടും. കീമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കീമോയുടെ ആ ആവിയും പുകയും അതിൻ്റെ തളർച്ചയും തകർച്ചയും ഒന്നും അനുഭവിക്കാതെ തന്നെ ഈ വ്യക്തി ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ഇവനെ ഉയർത്തിക്കൊണ്ടുവരും. ഈ സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ഉടനെ വന്ന വചനം, ഈ പുരോഹിതന്മാർ പോലും ഇങ്ങനെ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്തവരുണ്ട്. പുതിയ പുരോഹിതന്മാരല്ല, പണ്ടത്തെ പുരോഹിതന്മാരുടെയും ചില പുരോഹിതന്മാരുടെ അവസ്ഥ അതാണ്. അവരിത് ഈ സാമാന്യ ജനത്തിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസിക്കത്തില്ല. അവരതിൻ്റെ റീസൺ അന്വേഷിക്കും ഉടനെ ബുദ്ധിപരമായിട്ട്. ഇപ്പം ഞാനെന്തിങ്ങനെ പറഞ്ഞാൽ സക്കറിയ പുരോഹിതനല്ലേ, സക്കറിയ പുരോഹിതൻ ഒരിക്കലും അൾത്താറയിൽ ഇങ്ങനെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേ ഗബ്രിയേൽ മാലാഖ നേരിട്ട് വന്ന് ഒരു കാര്യമാണ് പോക്കേ, ഞാനാണെങ്കിൽ സക്കറിയാനെ തലക്കെട്ടടിച്ചേന. അതായത് അൾത്താറെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അയാൾ ചെറുപ്പക്കാരനൊന്നുമല്ല, 90 വയസ്സുള്ള മനുഷ്യനാണ്. ഇത്രയും വയസ്സ് കർത്താവിൻ്റെ വേല ചെയ്ത ആളാണ്. ഇയാളോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവ സന്നിധി കേൾക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പറയണത്. നിൻ്റെ പ്രാർത്ഥന ദൈവതിരുസന്നിധി, അതായത് ലൂക്ക 1:13 സുന്ദരമായ ഒരു വചനമാണ്. എന്താ പറയണത്? വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:13, സക്കറിയ
നിന്റെ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴെന്താണ് പറയണത്? ദൈവമേ, അപ്പം കരഞ്ഞുകൊണ്ട് നന്ദി പറയേണ്ടതാണ് ഈ പുരോഹിതൻ അല്ലേ? അപ്പം സക്കറിയ ചോദിക്കേണ്ടത്, ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചെന്നാണ് ചോദിക്കണത്. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചത്? എന്നുവെച്ചാൽ ഈ മനുഷ്യൻ 45 വയസ്സിലാ മറ്റേ പ്രാർത്ഥിച്ചതാ. അതാണ് സക്കറിയക്ക് അങ്ങനെ സംശയം വരാൻ കാര്യം. 45 വയസ്സിൽ അയാളുടെ ഭാര്യയ്ക്കൊക്കെ ഒരുവിധം പിള്ളേർ ജനിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അന്നെങ്ങാണ്ട് പ്രാർത്ഥിച്ച കാര്യമാണ് ഇപ്പോൾ മാലാഖ പറഞ്ഞത്. സക്കറിയാക്ക് ഇപ്പോൾ 90 വയസ്സായി. പുള്ളിയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ ഒരു രീതി അതാണ്. പ്രാർത്ഥനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഉത്തരം തരാം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും ഉത്തരം തരാം. ഇപ്പോഴ് നിൻ്റെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നീ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചോ. മൂത്ത മകന് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത്? കുറേ നാൾ മക്കളില്ലാതിരുന്നപ്പം പറഞ്ഞ കർത്താവേ, എനിക്കൊരു മകൻ ജനിക്കുകയാണെങ്കിൽ അവനെ ഞാൻ പട്ടത്തിന് വിട്ടേക്കാമെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിക്കുമല്ലേ മനുഷ്യർ? മൂത്ത മകൻ പട്ടത്തിന് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവനെ. പക്ഷേ മൂത്ത മകൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പട്ടാളത്തിൽ പോയി. എങ്ങനെയുണ്ട്? പട്ടാളത്തുകാരന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ പോയത് എവിടെയാണ്? പട്ടാളത്തിൽ. അപ്പോൾ ഇളയ മകൻ ജനിച്ചപ്പോൾ ഇളയ മകൻ വളർന്നപ്പോൾ പറഞ്ഞു, അപ്പ എനിക്ക് പട്ടത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? എന്താ? മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം ഇളയ മകന് കൊടുത്തു. അതായത് പ്രാർത്ഥന ഒരിക്കലും നശിക്കണില്ല. നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, പക്ഷേ സമയം നിശ്ചയിക്കാൻ നിനക്കോ എനിക്കോ അധികാരമില്ല. അത് ഏത് വകുപ്പിലാണ് വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടതും ദൈവത്തിൻ്റെതാണ്. ദൈവവേദലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം അനുഗ്രഹിക്കണമെന്ന് മത്സരി പിടിക്കരുത്. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് കേട്ടതെന്ന് പറയരുത്. മറിച്ച് നീ പ്രാർത്ഥിച്ചു, പക്ഷേ നിന്നൊക്കെ പ്രാർത്ഥന കേൾക്കണത് ദൈവത്തിൻ്റെ സമയത്തായിരിക്കും. അങ്ങനെ വിവേചിക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. പുരോഹിതനാണ്, പക്ഷേ പരിശുദ്ധാത്മാവില്ല. ഇത് ഭയങ്കര തകർച്ചയാണ് ശരിക്കും. പുരോഹിതനായിരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥായിയായിട്ടുണ്ടാകാതെ വരാം. സക്കറിയ പുരോഹിതനാണ്, പക്ഷേ പരിശുദ്ധാത്മാവിന് വിവേചനം ഉണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവിൻ്റെ വരവാണ്. അതില്ല. അത് കാരണം ഈ എപ്പ എന്നും പറഞ്ഞ് പൊട്ടം കളിച്ച ഇയാൾ പൊട്ടം കളിച്ച് എപ്പ പ്രാർത്ഥിച്ചു എന്നിട്ട് പറയണേ, പണ്ട് അതിപ്പോൾ എനിക്ക് 90 വയസ്സായില്ലേ, അതിപ്പോൾ എനിക്ക് അപ്പം ദൈവത്തിനൊരു തരം ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പൊട്ടൻ അവിടെ കിടന്നുകൊണ്ട് പെരണ്ട് കളിക്കണത്. പിന്നെ എൻ്റെ ഭാര്യയുടെ പതിവൊക്കെ തെറ്റി അവൾക്ക് 10-70 വയസ്സായി. ഇപ്പം എന്ത് പ്രാർത്ഥന? ഞങ്ങളതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ അവസാനിപ്പിച്ചിരിക്കും. ഇങ്ങനെ ഒരുതരം കുഴഞ്ഞ് മറിഞ്ഞ് കളിക്കണം. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ അറിയാൻ പാടില്ല. സക്കറിയ പുരോഹിതനാണ്, 90 വയസ്സുണ്ട്, പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ല. ഇത് വലിയൊരു ദുരന്തമാണ്. നമുക്ക് പ്രായമാകാം, പക്ഷേ വിവേചന അധികം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നമ്മൾ പുരോഹിതനാകാം, അല്ലെങ്കിൽ ദൈവശുശ്രൂഷകരാകാം, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് നിർബന്ധം, വിവേചനം കിട്ടത്തില്ല. അപ്പം നമുക്ക് പ്രായമാകാം, പക്ഷെ ദൈവത്തിനെ അറിയണമെന്ന് നിർബന്ധമില്ല. അത് നിസ്സാര കാര്യമല്ല. കാര്യം ദൈവത്തെ അറിയാത്തവർക്ക് പ്രാർത്ഥിക്കാൻ വലിയ പാടാണ് ശരിക്കും, ദൈവത്തെ അറിയാത്തവർക്ക്. എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, സക്കറിയ ഇങ്ങനെ ഒരു തൻ്റെ ആധ്യാത്മിക ദാരിദ്ര്യം ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്തിരിക്കണം? സക്കറിയായോട് നീ ഊമനായി തീരുമെന്ന് പറഞ്ഞ്. അതായത് എന്താണ്? നീ പുരോഹിതനാണ്, പക്ഷെ പുരോഹിതനടുത്ത ദൈവത്തിനെക്കുറിച്ചുള്ള അറിവ് നിനക്കില്ല. പുരോഹിതനടുത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല, വിവേചന വരമില്ല. അതുകൊണ്ട് നീ പുരോഹിതനായിരിക്കാൻ ഇനി ദൈവത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം കട്ട് ചെയ്ത് കളഞ്ഞു. ഊമനായി തീരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയെന്നതിൻ്റെ അർത്ഥം. വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. എന്താ കാര്യം? ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, വാ തുറന്ന് പ്രാർത്ഥിക്കാത്ത എന്തുമാത്രം മനുഷ്യരാണ് ഉള്ളത് കുടുംബങ്ങളിലേക്ക്, ഇല്ലേ? ഊമരാണ് സക്രിയയെ പോലെ. നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇരിക്കാം, പരിശുദ്ധ മറിയം
നന്മ നിറഞ്ഞ പറയും ചൊല്ലിക്കഴിഞ്ഞാൽ ഊമനായ സക്കറിയ അവിടെ തൂണും ചാരി ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അപ്പനായിരിക്കും, ചിലപ്പോൾ അപ്പാപ്പനായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. എന്താണ്? അവൻ അതൊന്നും പ്രാർത്ഥിക്കത്തില്ല, മനസ്സിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, ഇടാ നന്മ നിറഞ്ഞ പറയും ചെല്ല്, പരിശുദ്ധ പറയും ചെല്ലണില്ലേ, ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണ മാത്രമല്ല പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നവർ വാ തുറന്ന് പ്രാർത്ഥിക്കണം. സക്കറിയായ്ക്ക് ആ വാ തുറന്നുള്ള പ്രാർത്ഥന ഏതാണ്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ് ദൈവം. എന്താ കാര്യം? യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. ഇപ്പോൾ വചനം അവിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം അപ്പം തന്നെ പളിച്ചയായി പോകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനം വിശ്വസിച്ചുകൊണ്ട് വചന അധിഷ്ഠിതമായി വാതുറന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പ്രാർത്ഥനാ വരത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഓരോ മക്കൾക്കും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഈശോയെ. പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമീശോ. യേശുവേ ആരാധന, യേശുവേ നൽകണമീശോ, വിധമെന്നിൽ നിറവേറ്റണമീശോ. കഴുകണമീശോ, നിന്റെ വിധമെന്നിൽ നിറവേറ്റണമീശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വരുമ്പോൾ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന് പേരിടണം. പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകപ്പെടും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അപ്പം അങ്ങനെ കർത്താവിൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളും വചനങ്ങളും അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അതാണ് ലൂക്ക 1:30. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ കന്യത്വത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പുരുഷൻ്റെ ഇച്ഛയാലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അത് ക്രമീകരിക്കും. അത് ക്ലിയറാക്കി കൊടുത്തു കഴിയുമ്പോൾ ഉടനെ അമ്മ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും. വചനത്തോട് ഒരു മനുഷ്യനെ പറയാനുള്ളൊരു വാക്കതാണ്. എന്താണ്? ലൂക്ക 1:38. ദൈവത്തിൻ്റെ വചനത്തോട് ഒരു വിശ്വാസി പുലർത്തേണ്ട ഒരു നിലപാടുണ്ട്. ഒരു നിലപാടേ ഉള്ളൂ. എന്താണത്? ലൂക്ക 1:38. എന്താണ്? വചനത്തിന്, കർത്താവിൻ്റെ വചനത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് സംഭവം, അല്ലെ ദാസൻ. ഇതാണ് ഒരു വചനത്തോട് ഒരു വിശ്വാസം കൈവരിക്കേണ്ട ഒരു നിലപാടെന്ന് പറയണത്. സക്രിയ നിലപാട് കൈവരിച്ചില്ല എന്നുള്ളതാണ് വചനം. അതുകൊണ്ടാണ് അവനോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ലൂക്ക 1:20 പറയണ്ടേ, നീ മൂകനായി തീരും. ലൂക്ക 1:20, നീ മൂകനായി തീരും. എന്താ കാര്യം? യഥാകാലം നിറവേറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. കാര്യം കാലം, വചനം നിറവേറേണ്ട കാലം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. നമുക്ക് കാലം നിശ്ചയിക്കാൻ പറ്റത്തില്ല. സക്രിയ 45 വയസ്സ് വരെ പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കണ 90 വയസ്സിലാണ്. കാലം ആര് നിശ്ചയിച്ചു? ദൈവം നിശ്ചയിച്ചു. അതാണ് പ്രശ്നം. കാലം ദൈവമാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ള സൂചനയാണ് അമ്മയുടെ മംഗളവാർത്തയ്ക്ക് നമുക്ക് കിട്ടണം. ഇതാണ് യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം. നീ അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായി തീരുവെന്ന് 1:20 പറഞ്ഞില്ലേ? 1:20 ലൂക്കായുടെ സുവിശേഷത്തിൽ യഥാകാലം നിറവേറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് എലിസബത്ത് പറഞ്ഞ കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത വചനങ്ങൾ. ലൂക്ക 1:45 നമ്മൾ പറയുന്നതാണ്. എന്താ? കർത്താവ് നിന്നോട് പറഞ്ഞേ, കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത വചനങ്ങൾ, അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പോൾ എപ്പോൾ നിറവേറുമെന്നില്ല നിൻ്റെ അകത്ത്.
ഭയങ്കര മാത്തമാറ്റിക്കലാണ് ബൈബിളെ. എപ്പം അമ്മ വിശ്വസിച്ചു. എപ്പോഴാണ് നിറവേറണം ഇത്? അപ്പന് ഇഷ്ടമുള്ളപ്പോൾ എന്ന് പറയും. അമ്മ ഉടനെ പറയും, എങ്ങനെയാണ്? എൻ്റെ അപ്പന് ഇഷ്ടമുള്ളപ്പോൾ. വചനം ഞാൻ വിശ്വസിച്ചു, അതിൻ്റെ നിറവേറ്റം എൻ്റെ അപ്പന് ഇഷ്ടമുള്ളപ്പോൾ. അത് ഭാവി എത്ര വേണമെങ്കിലും അപ്പന് എടുക്കാം. അതാണ് സംഭവം. അമ്മയുടെ വിശ്വാസവും സക്കറിയയുടെ വിശ്വാസവും തമ്മിൽ കറക്റ്റായിട്ട് രാത്രിയും പകലും പോലെ മാറണത് അവിടെ വെച്ചാണ്. കാലം നിശ്ചയിക്കാനുള്ള അധികാരം ദൈവത്തിന് കൽപ്പിച്ച് നൽകും. കൃപാസനത്തിൽ സമയഘടികാരവും നെഞ്ചിലേറ്റിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാലം ദൈവത്തിന് കൽപ്പിച്ച് നൽകുമ്പോൾ ആ കാലത്തിൻ്റെ മേൽ ആരാണ് വിശ്വസിക്കുന്നത് അവർക്ക് അധികാരം കൊടുക്കും. അതുകൊണ്ടാണ് അമ്മ അടുത്ത ആ നിമിഷം തന്നെ അമ്മ കാത്തിരിക്കാതെ അപ്പം തന്നെ പ്രഗ്നൻ്റായി. എന്താ കാര്യം? അപ്പായ്ക്ക് കാലത്തിൻ്റെ അധികാരം കൊടുത്തു കഴിയുമ്പോൾ, അപ്പായ്ക്ക് കാലത്തിൻ്റെ മേലുള്ള അധികാരം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ആരാണോ പ്രഖ്യാപിക്കണത് അവന് അത് അനുയോജ്യമായ കാലത്തേക്ക് ദൈവം അത് ക്രമീകരിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധതേ മാതാവേ, സമയത്തിന്റെ മാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, ജീവിത ദുരിതങ്ങളും വേദനകളും വിഷമതകളും സമർപ്പിച്ച് സമയം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേല്, ഡേറ്റിന് പ്രാർത്ഥന ഓരോ മക്കളുടെ മേല് വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മേക്കൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മേക്കൊപ്പം ആരാധിക്കുമ്പോൾ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് അപ്പോഴും ചേച്ചി ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് തന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലുക്ക 49 ആ വചനം എഴുതിയിട്ടാണ് നേർച്ച വസ്തുവിൻ്റെ പുറത്ത് വെക്കണത്. അത് വെച്ച് വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വരം കേട്ടു. എന്താ സ്വരം കേട്ടത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ദൈവത്തിന് ഞാൻ എപ്പോഴും എൻ്റെ പ്രവർത്തകരോട് പറയുവേ, ദൈവാനുഭവത്തിനൊരു പഞ്ഞും ഇല്ലയെന്ന് പറയും. എന്താ? അതാര് നിഷ്കളങ്കമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, നിഷ്കളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഉൾപ്പെടുത്താതെ ഒരു വിശ്വാസം നിഷ്കളങ്കമാകണത് എങ്ങനെയാണ്? അത് ഹൃദയത്തിൻ്റെ ഒരു പ്രവൃത്തിയായി മാറുമ്പോഴാണ്. ബുദ്ധിയുടെ പ്രവൃത്തിയായി മാറുമ്പോൾ അതിനകത്ത് കളങ്കം വരും. പല ആൾക്കാർക്കും ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ട് ദൈവത്തിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നത് കളങ്കവിശ്വാസമാണ്. കളങ്കവിശ്വാസം കൊണ്ട് ദൈവത്തെ അനുഭവിക്കാൻ വലിയ പാടാണ്. ബുദ്ധിപരമായിട്ടൊക്കെ കുറച്ച് ആഹ്ലാദം നമുക്കുണ്ടാകും, അതൊരു നോൺസെൻസ് ഏർപ്പാടാണ്. ബുദ്ധിപരമായിട്ട് ആഹ്ലാദം ഉണ്ടാകാനല്ല, ഈ വൈകാരികമായ ബോധ്യമില്ലേ, ബൗദ്ധിക ബോധ്യത്തിൻ്റെ കൂടെ തന്നെ വൈകാരിക ബോധ്യം ഉണ്ടായാൽ മാത്രമേ വചനം എക്സിക്യൂട്ട് ചെയ്തിട്ട് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനുള്ള മിഷൻ തീഷ്ണത കിട്ടത്തുള്ളൂ. കുറേ മെയിൻ്റനൻസ് നമുക്ക് കിട്ടുമായിരിക്കും. ഉള്ള ഒരു ഇടവേളയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഉള്ള നിലവാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ പുരോഹിതന്മാർക്ക് പറ്റണത് അവർ ആ വിശ്വാസം ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളുടെയും ബുദ്ധി അന്വേഷിക്കും. ഇപ്പം ബൈബിള് ബുദ്ധിപരമായിട്ട് നോക്കുന്നവരില്ലേ, ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ ഫോം ക്രിറ്റിസിസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. അത് ഏത് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്, അതനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം അവർ നമ്മളെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിച്ചു തരണത്. പിന്നെ ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്തായി, ഒരു ടെസ്റ്റ്, അത് ഏത് കാലഘട്ടത്തിലെ ടെസ്റ്റ് ഏത് സാഹിത്യ ശൈലിയിൽ ഉപയോഗിച്ചിരിക്കുന്നു, അതിനാണ് ലിറ്ററൽ ക്രിറ്റിസിസം എന്ന് പറയണത്. അപ്പോൾ വചനം ബൈബിൾ പഠിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ്. ഫോം ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്, ടെക്സ്ച്വൽ ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്, ലിറ്ററൽ ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്. പക്ഷേ വചനം മാത്രം പഠിച്ചില്ല. അത് വലിയ സങ്കടമാണ് ശരിക്കും. ഞാൻ ഓർക്കുകയാണ്, ഈ അമ്മ രക്ഷപ്പെട്ടത്, പരിശുദ്ധ അമ്മ രക്ഷപ്പെട്ടത് ഈ സാധനമൊന്നും പഠിക്കാഞ്ഞിട്ടാണ്. ഈ സാധനം ഒന്നും പഠിക്കാഞ്ഞിട്ടാണ് അമ്മ രക്ഷപ്പെട്ടത്. എന്താ കാര്യം?
സക്കറിയ പുരോഹിതൻ രക്ഷപ്പെടാതിരുന്നതും ഈ സാധനമൊക്കെ അവൻ കുറച്ച് പഠിച്ചു വെച്ചിട്ടാണ്. അതാണ് സാധാരണ മനുഷ്യരും അതുപോലെ തന്നെ ഇതെല്ലാം പഠിച്ച ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. സക്കറിയ രക്ഷപ്പെടാതെ അവൻ്റെ പ്രാർത്ഥനാ ജീവിതം വരെ സ്വർഗം പിടിച്ചു വെക്കാൻ കാര്യം എന്താണ്? ഈ സാധനമൊക്കെ അവൻ പഠിച്ചു വെച്ചിട്ടാണ്. നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയും, ബുദ്ധിപരമായിട്ട് സാധ്യതയില്ലാത്ത കാര്യമാണ്. എൻ്റെ ഭാര്യ പതിവ് തെറ്റിയ ആളാണ്, ഇപ്പോൾ 70 വയസ്സുണ്ട്, അപ്പോൾ എങ്ങനെ കൊച്ചുണ്ടാകണത്? ഞങ്ങൾക്ക് 90 വയസ്സുണ്ട്, പിന്നെ എങ്ങനെയാണ് കൊച്ചുണ്ടാകണത്? അപ്പോൾ എല്ലാം ബുദ്ധിപരമായിട്ട് എടുത്ത കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രാർത്ഥനാ ജീവിതം വരെ ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അമ്മയോട് പറയണം, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, കന്യാ ജീവിതമാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെയല്ലേ, പരിശുദ്ധാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ വാക്കെന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ്. ഞാൻ അതിൻ്റെ ഫോം ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, അതാണ് സംഭവം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടെസ്റ്റ് ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, ഞാനതിൻ്റെ ലിറ്റർ ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ഞാൻ ആദ്യം കേൾക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില അതുപോലെ തന്നെ ദൈവാത്മാവെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴെന്താ ഈ പരിശുദ്ധാത്മാവെന്ന് പറയണത്? അതിൻ്റെ ടെസ്റ്റ് ക്രിറ്റിസിസം നോക്കട്ടെ, അതിൻ്റെ ഫോം ക്രിറ്റിസിസം നോക്കട്ടെ എന്ന് അമ്മ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യാവതാരം സ്വാഹ. ഇതാണ് പ്രശ്നം. എന്താ കാര്യം? അമ്മയ്ക്കറിയാം ഇതൊന്നും വചനം ക്രിട്ടിസൈസ് ചെയ്യേണ്ടതല്ലെന്നറിയാം അമ്മയ്ക്ക്. ആ ഒരു സാമാന്യ ബോധമെങ്കിലും പഠിക്കുന്നവർക്കും ഉണ്ടായാൽ മതിയായിരുന്നു. വചനം ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതല്ല, പിന്നെ എന്തിനാണ്? വചനം വിശ്വസിക്കാനുള്ളതാണ്. വചനം വിമർശിക്കാനുള്ളതല്ല, വിമർശന പഠനത്തിനുള്ളതല്ല, പിന്നെ എന്തിനാണ്? വചനം വിശ്വസിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എലിസബത്ത് പറയണത്, അതും പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ് പറയും. എന്തെന്ന് പറയും? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ഏറ്റു പറഞ്ഞേ, കർത്താവിനോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതന്നെയല്ലേ ആ ചേച്ചി എഴുതി വെച്ചിരിക്കുന്ന പേപ്പറ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അത് എഴുതി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നിറച്ച വസ്തു വെച്ച് കഴിയുമ്പോൾ വചനം അവർ വിശ്വസിച്ചു. അപ്പോൾ അവർ സ്വരം കേൾക്കും. എന്താ പറയണത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എൻ്റെ ദൈവവേദലെ, ദൈവവചനം വിശ്വസിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഹെബ്രായർ വായിക്കണില്ലേ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കേൾക്കുന്ന വചനം എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല. ചില ആൾക്കാർ വചനം കേട്ട് കഴിയുമ്പോൾ അവർ വചനത്തെക്കുറിച്ച് വിമർശിക്കാൻ തോന്നും. അവർക്ക് ഫോം ക്രിറ്റിസിസം, ലിറ്റററി ക്രിറ്റിസിസം, ക്ലാസിക്കൽ ക്രിറ്റിസിസം ഇങ്ങനെ വിമർശിക്കാൻ തോന്നും. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്താ കാര്യം? അവർ വിമർശന ബുദ്ധിയാണ് വചനത്തെ സമീപിച്ചത്. അതുകൊണ്ട് ഹെബ്രായർ 4:2 പറയണത് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്താണ്? അവരതിൽ വിശ്വസിച്ചില്ല എന്ന്. കാര്യം എന്താണ്? വിമർശിച്ച് പഠിക്കേണ്ട കാര്യമല്ല വചനം, പിന്നെന്തിനാണ്? അത് വിശ്വസിച്ച് അനുഭവിക്കേണ്ടതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്ന ഉടമ്പടി ദിവ്യവചന പ്രഘോഷണത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെട്ട് നന്ദി പറയുന്ന കർത്താവേ, വചനത്തിൽ വേരൂന്നി വളരാൻ, വചനത്തിൽ വിശ്വസിച്ച് വളരാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്ക് നന്ദി പറയുന്ന കർത്താവേ, അഭിഷേക സാക്ഷ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. വചനത്തിൽ വേരൂന്നി വളരാൻ, ആത്മാവിനെ അനുസരിക്കാൻ. ചേർന്ന് പാടാം. വചനത്തിൽ വേരൂന്നി വളരാൻ, ആത്മാവിനെ അനുസരിക്കാൻ. വരങ്ങൾക്കെന്നും പരിശുദ്ധാത്മാവേ വരണേ. വരങ്ങൾക്കെന്നും പരിശുദ്ധാത്മാവേ വരണേ. പരിശുദ്ധാത്മാവേ സാക്ഷികളാകണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും നമ്മൾ വചനത്തെ ദൈവികമായ മേഖലകളിലെ, എൻ്റെ മക്കളെ ഇനി ഞാൻ പറയണ പ്രത്യേകം ശ്രദ്ധിക്കണേ,
നിങ്ങൾക്ക് ദൈവികമായ മേഖലകളിൽ ചരിക്കണം, ദൈവാനുഭവത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ അഥവാ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചെറിയ ഒരു പൊരിയെങ്കിലും തീപ്പൊരിയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഓരോരോ സമയത്ത് വരുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവികമായ ചോദനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇപ്പം തന്നെ ഒരു ഉദാഹരണം, നമ്മുടെ പഴയ നിയമത്തിലില്ലേ, പഴയ നിയമത്തിൽ രണ്ട് രാജാക്കന്മാരുടെ 3:15 അതെന്താ ഇവിടെ വിഷയം? മൊവാബിയരുമായിട്ടുള്ള യുദ്ധമാണ്. മൊവാബിയർ വളരെ ശക്തരായ പടനീക്കമുള്ള വലിയ പട്ടാള വ്യൂഹമുള്ള മനുഷ്യരാണ്. അവിടെ റീസണബിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകുന്ന ആൾക്കാരൊക്കെയാണ്? ഇസ്രായേൽ രാജാവ്, ഏദോം രാജാവ്, യൂദാ രാജാവ്, ഇങ്ങനെ കുറേ ആൾക്കാർ യുദ്ധത്തിന് പോവുകയാണ്. ഇവരുടെ കയ്യിലൊന്നും പട്ടാളം ആവശ്യത്തിനില്ല. ഇവരുടെ എല്ലാം കൂടി ഇങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളാണ് ഇതെല്ലാവേ. യൂദയ, ഇസ്രായേൽ, ഇതെല്ലാം നാട്ടുരാജ്യങ്ങൾ. ഏദോം, ഇതെല്ലാം കൊച്ചു നാട്ടുരാജ്യങ്ങളാണ്. മൊവാബ് അങ്ങനെ വലിയൊരു രാജ്യമാണ്. ഇവരോട് ഇവർ യുദ്ധത്തിന് പോവുകയാണ്. അപ്പം അങ്ങനെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ മിക്കവാറും ഇവർ തോറ്റുപോകുന്ന അറിയാം. പക്ഷേ യുദ്ധം ചെയ്തില്ലെങ്കിൽ അവർ വന്ന് ഇവരെ വെട്ടി വിഴുങ്ങും, ഇവരുടെ സ്ഥലം കൈകയറും, ഇവർ നാടോടികളായി പോകും. അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാനും പറ്റത്തില്ല. ഇതാണ് അവസ്ഥ. ജീവിതത്തിൽ അങ്ങനെ സംഭവം ഉണ്ട്. യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും മനുഷ്യൻ? ഇപ്പോൾ പോണ വഴിക്ക് ഒരു രാജാവിന് ബോധം തോന്നി, ഈ യുദ്ധത്തിൽ കർത്താവ് പങ്കെടുക്കുമോ എന്നറിഞ്ഞാൽ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കർത്താവ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമോ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെപ്പോലും അവർ സൈന്യങ്ങളുടെ കർത്താവെന്നാണ് വിളിക്കണത്. ഇസ്രായേലിനെ നിലനിർത്തിക്കൊണ്ടിരുന്ന മുഴുവനും സ്വർഗീയ സൈന്യങ്ങളുള്ള കർത്താവാണ്. അപ്പോൾ ഈ കർത്താവ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന് അറിയണം. അറിയാൻ എന്താ മാർഗം? അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം. അതാണ് പ്രശ്നം. രാജാക്കന്മാരായിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം. അപ്പോൾ ആരുണ്ടെന്ന് തിരക്കിയപ്പോൾ പറഞ്ഞ് ആത്മാശോധന പറയുന്ന ആൾക്കാർ, ആത്മീയ കാര്യങ്ങൾ പറയുന്ന ഒരാളുണ്ട്, എലീഷ ഉണ്ടെന്ന് പറയും. അപ്പോൾ രാജാക്കന്മാർ പറയും എലീഷാനെ വിളിക്കാൻ പറയും. എലീഷാനെ വിളിക്കും. എലീഷാനെ വിളിച്ചിട്ട് പറയും, മൊവാബിയർ ഭയങ്കരമായ സിംഹം പോലെയുള്ള, ആന പോലെയുള്ള കരുത്തരാണ്, ഞങ്ങൾ ആട് പോലെ ഇരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ കർത്താവ്, ദൈവപുരുഷ, ഈ യുദ്ധത്തിൽ കർത്താവ് പങ്കെടുത്താൽ മാത്രമേ ഞങ്ങൾ പോകുന്ന പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല, അവർക്ക് അപ്പം കൊടുത്ത് പിരിയാമെന്ന് പറയും. കപ്പം കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനത്തിന് പകുതി കൊടുക്കേണ്ടി വരും. പിന്നെ ദരിദ്ര നാരായണന്മാരായിട്ട് ജീവിക്കേണ്ടി വരും. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം പറയാം, ഞങ്ങൾക്കൊരു പിടിയും കിട്ടില്ല എന്ന് പറയുമ്പോൾ എലീഷ പറയും, ഞാൻ പറയാം, ആദ്യം കിന്നരക്കാരെ കൊണ്ടുവരാൻ പറയും, പാട്ടുകാരെ കൊണ്ടുവരാൻ പറയും. പാട്ടുകാരെ കൊണ്ടുവരണത് ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാളും പെട്ടെന്നാണ് ഈ പാട്ടിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയണത്. അത് നല്ല പാട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഭിഷേകം ഉണ്ടായിട്ട് പെട്ടെന്ന് ഈ പ്രാർത്ഥിക്കുന്നവർക്കും അതൊരു സുഖമാണ്, പെട്ടെന്ന് അഭിഷേകം ഉണ്ടാവും. അപ്പോൾ ഉടനെ പാട്ടുകാരെ കൊണ്ടുവന്നു, ദൈവത്തിൻ്റെ പാട്ടുകാരെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ദൈവം പാട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവം പാട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവർ പാടാൻ തുടങ്ങും. പാടാൻ തുടങ്ങുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഇവനിൽ ഇളകാൻ തുടങ്ങും. ആരിൽ? എലീഷയിൽ. എന്താണ്? എലീഷയ്ക്ക് ഉടനെ ദർശനം ഉണ്ടാവും, പ്രവചനം ഉണ്ടാവും, 2 വര ഉടനെ ഉണ്ടാവും. എന്തൊക്കെയാണ് എലീഷ പറയണത്? കാറ്റില്ല, മഴയില്ല, പക്ഷേ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് പറയും. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? കാറ്റും മഴയും വേണം. കാറ്റുണ്ടെങ്കിലേ മഴ ഉണ്ടാകത്തുള്ളൂ, മഴയുണ്ടെങ്കിൽ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയത്തുള്ളൂ. അപ്പോഴും പറയും കാറ്റില്ല, മഴയില്ല. കാറ്റും മഴയില്ലെങ്കിലും അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പട്ടാളക്കാരില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14 അവർക്ക് അനുഭവം ഉള്ളതാണ്.
എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. ഈ പട്ടാളക്കാരുടെ പോലും കാര്യമില്ല. കർത്താവ് യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൊച്ചു പട്ടാളക്കാരനെ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എലീഷ പറയും, തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകണം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് ആയുധബലമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും കർത്താവ് യുദ്ധം ചെയ്യിപ്പിച്ചിരിക്കും. അതെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. എലീഷയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോഴൊക്കെ ഉള്ള കുറേ ആൾക്കാർ പറഞ്ഞത് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇക്കാലങ്ങളിൽ ഇടപെടാറില്ല. ആദിമസഭയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് തടിതപ്പണ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ നിലപാടതായിരുന്നു. ആദിമസഭയിൽ ഭയങ്കര പരിശുദ്ധാത്മാവായിരുന്നു, അതിങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടത്തില്ല. സഭയുടെ കുല പ്രബോധന കാര്യങ്ങൾക്കൊക്കെ ഇടപെടത്തുള്ളത് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ച കാരണം അവർ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വരണ്ട ഒരു ആധ്യാത്മിക ജീവിതം പലർക്കും വരാൻ കാരണം അതാണ്. കാര്യം പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് സഭയിൽ പ്രവർത്തിക്കുകയും ഇന്ന കാര്യങ്ങളെന്നല്ല, എല്ലാ കാര്യങ്ങളിലും. നീ ആരെ കല്യാണം കഴിക്കണമെന്ന് വരെ പരിശുദ്ധാത്മാവ് പറയും. കാര്യം എന്താണ്? നീ ദൈവവേദനായതുകൊണ്ട്. കാര്യം എന്താണ്? ദൈവവേദന ദൈവരാജ്യത്തിലുള്ള ആളാണ്. ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ കാര്യം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അവർ. അതാണ് റോമ 8:14 നമ്മൾ വായിക്കണത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവർ മോക്ഷരാജ്യത്തിൻ്റെ അവകാശികളാണ്. അപ്പം മോക്ഷരാജ്യത്തിന് അവകാശികളായിട്ടുള്ളവർ അവർ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്, ദൈവത്തിൻ്റെ സന്തതികളാണ് അവർ. അവിടെ കാരണം അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും വചനാഭിഷേകത്താൽ രൂപാന്തരപ്പെടുത്തണമേ. ഈ ശുശ്രൂഷ കണ്ട് താൻ ഓരോ അനുഗ്രഹിക്കണമേ. ശക്തി പകർന്നിടണേ, കരങ്ങളടിച്ചുകൊണ്ട് ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമില്ല കർത്താവേ, നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമില്ല കർത്താവേ, നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ദൈവവചന ഗായകനായ ദാവീദിനും പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞിരുന്ന മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ കാര്യം അവന് യുദ്ധം പഠിപ്പിക്കാഞ്ഞ കാരണം നമ്മൾ എങ്ങനെയാണ്, അതാണ് ഞാൻ യുദ്ധമൊന്നും പഠിച്ചിട്ടില്ലെന്ന് സാവൂളിനോട് അവൻ പറയണില്ലേ. ജെസ്സി അവനെ പഠിപ്പിക്കാഞ്ഞ കൊണ്ടാണ്. യുദ്ധം പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സൈന്യങ്ങളുടെ കർത്താവിനെ അവന് കൂടെ കൂട്ടാൻ അറിയാം. വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട്. ആടുകളെ ചെന്നായ്ക്കൾ ആക്രമിക്കുമ്പോഴേ അവൻ കർത്താവിനെയാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ കർത്താവിനെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നിരുന്ന ആളാണ് ദാവീദ്. അതിനിടക്കാണ് സാവൂളിന് ദുരാത്മാവ് ബാധിച്ചത്. സാവൂളിന് ദുരാത്മാവ് ബാധിച്ചപ്പോൾ അവന് മാനസികമായ രോഗവും അതുപോലെ തന്നെ അത്യാഗ്രഹവും ഒക്കെ ഇങ്ങനെ ബാധിച്ചു. അങ്ങനെ വന്നപ്പോൾ അതെല്ലാം ദുഷ്ടാത്മാവിൻ്റെതാണ്. അപ്പം ദുഷ്ടാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദുഷ്ടാത്മാവിനെ എതിർക്കാൻ എന്താ മാർഗം? അന്ന് ഇത് എന്താ മാർഗമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇവിടെ ജെസ്സയുടെ ഒരു മകനുണ്ട്, അവൻ കിന്നരം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന് സൗഖ്യം ഉണ്ടാവുമെന്ന്. കാര്യം കിന്നരം വായിക്കുന്ന പാട്ടുകാരാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. എലീഷായി പ്രവർത്തിച്ച അത് ആത്മാവാണ്. എലീഷായിൽ പാട്ടുകാർ പാടിയപ്പോഴാണ് ശരിക്കും എലീഷയ്ക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. ഇസ്രായേലിൻ്റെ ഒരു ദൈവിക അനുഭവത്തിൻ്റെ പാരമ്പര്യമാണത്. അപ്പം സാവൂളിന് ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ സാവൂളിനെ രക്ഷപ്പെടുത്താൻ എന്താ മാർഗം? ദുരാത്മാവിനെതിരെ എന്താണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അവന് പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുരാത്മാവിനെ ആട്ടി അകറ്റാൻ പറ്റും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എന്താ മാർഗം? അതിന് പരിശുദ്ധാത്മാവ് പാടുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരാളിവിടെ ഉണ്ടെന്ന് പറയും. ആരാണത്? ജെസ്സയുടെ മകൻ. വിളിക്കവനെന്ന് പറയും. അവനെ വിളിച്ചിട്ട് അവൻ കിന്നരം കൊണ്ട് പാടാൻ തുടങ്ങും.
16:23 ആ വചനമാണ്. 1 സാമുവേൽ 16:23 നമ്മൾ വായിക്കണില്ലേ? ദാവീദ് കിന്നരം മീട്ടിയപ്പോൾ ദാവീദിൻ്റെ ദുരാത്മാവ് അവന് ശമനം ഉണ്ടായെന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? കിന്നരം മീട്ടുമ്പോൾ പാട്ട് കേട്ടിട്ടല്ലേ, മ്യൂസിക് തെറാപ്പിയൊന്നുമല്ല. വിശ്വാസി കിന്നരം വായിച്ചാൽ, വിശ്വാസി വാതുറന്ന് പാടിയാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരും. അതുകൊണ്ടാണ് ഞാനൊരു പാട്ടുകാരെ അംഗീകരിക്കാത്തത്. പള്ളികളിലൊക്കെ വാതുറന്ന് പാടുന്നത് എന്തുമാത്രം കൊമരങ്ങൾ നമ്മൾ കാണുന്നുണ്ടാണ്. ഒരെണ്ണത്തിന് വായിലും പരിശുദ്ധാത്മാവില്ല. ചിലപ്പോൾ ബ്രാൻഡിയുടെ മണം വരണ കാണാം. ഞാൻ കുറേ പള്ളികളിൽ ഇരുന്നിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് വരെ പരിശുദ്ധാത്മാവ് വാതുറന്ന പാടുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവന്മാരെക്കൊന്നും ശ്രദ്ധിക്കത്തുമില്ല. എനിക്ക് വേണ്ട പാട്ട് മാത്രം നോക്കി എടുത്തിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. കാര്യം എന്താണ്? അവരെങ്ങനെ ഇതെന്ത് ശുശ്രൂഷയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. കാര്യം ഇത് ആത്മാവ് ഒരു കിന്നരം ഇങ്ങനെ മീട്ടിനുമ്പോൾ സ്വരം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് ഉണരും. ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് ഉണർന്നിട്ട് ഈ ദുഷ്ടാത്മാവിനെ നിർവീര്യമാക്കി കളയും. അപ്പോൾ തന്നെ ദുരാത്മാവ് ഇറങ്ങിപ്പോയി, സൗളിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം അത് വലിയ ഒരു അനുഭവമായി മാറി. അപ്പോൾ ദാവീദിന് ഈ പരിശുദ്ധാത്മാവാണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കാലമെല്ലാം. അപ്പം ഉപേക്ഷിച്ചിട്ടും യുദ്ധം പഠിപ്പിക്കാതിട്ടും ചേട്ടന്മാർ ഉപേക്ഷിച്ചിട്ടും ദൈവം ഉപേക്ഷിക്കാതിന് കാരണം ദൈവം ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് അവന് പരിശുദ്ധാത്മാവ് തിളങ്ങി വിളങ്ങി നിൽക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മശക്തി, പരിശുദ്ധമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മശക്തി, പൂർവീകരിൽ നിറഞ്ഞ പരിശുദ്ധാത്മശക്തി, വിശുദ്ധരിൽ നിറഞ്ഞ അഭിഷേക ശക്തി കർത്താവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഓരോ മക്കളും നിറയണമേ. അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നമ്മളെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറയത്തില്ലേ അല്ലേ? എഫെസ്യസ് 4:27 എഫെസ്യസ് 4:27 പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, ദുഃഖിപ്പിക്കരുത്. 4:30 വരെ വചനങ്ങൾ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്ന 1 തെസ്സലോനിക്കൻസിൻ്റെ വചനങ്ങൾ 5:19 വചനങ്ങൾ. എന്താ പറയണമെന്ന് എന്താ കാര്യം എന്നറിയാവോ? പരിശുദ്ധാത്മാവ് നിർവീര്യമായാലും പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിച്ചാലും എന്ത് പറ്റും? ഈ വിട്ടുപോയ ദുരാത്മാവ് തിരിച്ചു വരും. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ എഫെസ്യസ് നമ്മൾ വായിക്കുന്നു 4:20 4:30 എന്താ വായിക്കണത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. തെസ്സലോനിക്കൻസ് 5:19 നമ്മൾ വായിക്കുന്നു പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാ ദുഃഖിപ്പിച്ചാലും പരിശുദ്ധാത്മാ നിർവീര്യമാക്കിയാലും എന്താ സംഭവിക്കണത്? ഈ ദുരാത്മാവ് തിരിച്ചു വരും. പരിശുദ്ധാത്മാവ് മാറിയാൽ തീർച്ചയായിട്ടും ദുരാത്മാവ് തിരിച്ചു വരും. അതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിന് ലീവില്ലെന്ന് പറയാൻ കാര്യം. ആത്മീയ ജീവിതത്തിൽ ലീവില്ല. ലോക്ക്ഡൗൺ ആയാലും പള്ളി അടച്ചിട്ടാലും നിൻ്റെ ആധ്യാത്മിക ജീവിതം അതനുസരിച്ച് നീ അടച്ചിടുകയാണെങ്കിൽ ദ അൺക്ലീൻ സ്പിരിറ്റ് വിൽ റിട്ടേൺ ടു യു. അവൻ തിരിച്ചു വരും. അവൻ്റെ സ്വഭാവത്തിന് തിരിച്ചു വരണം. അതിലെ കർത്താവിൽ പ്രവേശിച്ചിട്ട് പോലും അവനെ വചനത്താൽ അവൻ ഈശോ ആട്ടി ഓടിച്ചിട്ടും ലൂക്കാ പറയും അവൻ തൽക്കാലത്തേക്ക് വിട്ടുപോയെന്ന്. തിരിച്ചു വരുന്നിടത്താ തിരിച്ചു വരുന്നത് എന്ന് യേശുക്രിസ്തുവിൻ്റെ മനസ്സ് ശരീരം എപ്പോഴാണോ ബലഹീനമാകണത് അപ്പോഴവൻ തിരിച്ചു വരും. നമ്മൾ മർക്കോസ് 12 വായിക്കണില്ലേ? എന്താണ്? ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ശരീരം വിഷയമാണ്. ശരീരം ബലഹീനമാകുന്ന വിഷയത്തിൽ
ആ ദുഷ്ടാത്മാവ് എപ്പോൾ തിരിച്ചു വരും? എപ്പോഴാണ് തിരിച്ചു വരണത്? മർക്കോസ് 12 ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ശരീരം ബലഹീനമായിട്ടുള്ള ഗത്സേമനിയിൽ അവൻ തിരിച്ചു വരും. ഗത്സേമനി തൊട്ട് കാൽവരി വരെ ഈ ദുഷ്ടാത്മാവും തിരിച്ചു വന്നിട്ട് കർത്താവിൻ്റെ കൂടെ പോണത് പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴാണ് നിനക്ക് വിശപ്പുണ്ടാകണത്, എപ്പോഴാണ് കടമുണ്ടാകണത്, എപ്പോഴൊക്കെ രോഗമുണ്ടാകണത്, അപ്പോഴൊക്കെ ദുരാത്മാവ് തിരിച്ചു വരും. അപ്പോൾ വിശപ്പും കടങ്ങളും രോഗങ്ങളും വഴക്കുകളും ഉള്ളപ്പോൾ, ശരീരം ബലഹീനമാകുമ്പോൾ യു മസ്റ്റ് ബി സോ ഡിസേൺ. എന്താ കാര്യം? ഇവൻ തിരിച്ചു വരണ സമയമാണ്. നല്ലപ്പം തിരിച്ചു വരത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദുഷ്ടാത്മാവ് തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ശാരീരികമായ അവശതകളിലെ വിവേശതകളിലെ ഞാൻ പ്രാർത്ഥന ജാഗ്രതയിലെ കഴിഞ്ഞുകൂടാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ആത്മാവേ, ഞങ്ങളിൽ വന്ന് അഭിഷേകമാകണമേ, ഞങ്ങളിൽ വന്ന് കൃപ ചൊരിയണമേ. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലും ശുദ്ധാത്മാവിന്റെ ദൈവാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ചു പാടാം. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലേ, മർക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷം 12, 43, 44, 45 വചനങ്ങൾ. എന്താണ്? ഒരു മനുഷ്യനിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയാൽ അവൻ തിരിച്ചു വരുമെന്ന്. അതുകൊണ്ടാണ് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് ലീവില്ലാത്തത്. എപ്പോഴാണോ നിൻ്റെ ആത്മാവ് നിർവീര്യമാകണത്, നിൻ്റെ ശരീരം ബലഹീനമായ അവസ്ഥയിൽ വരണത്, അപ്പോൾ ഇവൻ തിരിച്ചു വരും. ഇപ്പോൾ മർക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷമില്ലേ 12, 43, 44, 45. എന്താണ്? ഒരു മനുഷ്യനിൽ നിന്ന് ദുഷ്ടാത്മാവ് വിട്ടുപോയാൽ അവൻ ഊഷരമായ ഭൂമികളെ അലഞ്ഞു തിരിഞ്ഞും തന്നെക്കാൾ ശക്തരായ 7 പേരെ തിരിച്ചു വരും. തിരിച്ചു വരണതേ നമ്മൾ തന്നെ വരണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇതിനോട് ബന്ധപ്പെട്ട് ആരിലും വരാം. ഇപ്പം സാവുള്ള ദുരാത്മാവ് ഉണ്ടായില്ലേ, കിന്നരം വായിച്ച വിട്ടുപോയാലോ, അത് തിരിച്ചു വന്നില്ലേ? സാവുള്ള ദുരാത്മാവിനെ ആട്ടിപ്പായച്ചത് ആരാണ്? ദാവീദിൻ്റെ കിന്നരമായനെയാണ്. അപ്പോൾ സാവുളിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയി. എന്നിട്ട് 12:43 മത്തായിയുടെ സുവിശേഷ പ്രകാരം ഇവൻ തിരിച്ചു വന്ന് ആരിലേക്ക് വന്നു? ദാവീദിലേക്ക് വന്നു. വർഷങ്ങൾക്ക് ശേഷം ദുരാത്മാവാണ് വന്നത്. ഇവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ബർശിബ കുളിക്കണ കാണുന്നത്. അപ്പോൾ തന്നെ ഇവനെല്ലാം മറന്ന് അവൾ വിളിക്കാൻ പറഞ്ഞു. പിന്നെ വ്യഭിചാരമായി. പിന്നെ അവളുടെ ഭർത്താവിനെ കൊല്ലലായി. അങ്ങ് ഉറിയാടെ കൊലപാതകം എന്താ സംഭവിച്ചിരിക്കുന്നത്? സാവൂളിനെ നിന്ന് ആട്ടിയകറ്റിയ ദുരാത്മാവ് ദാവീദിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. നമ്മൾ 2 സാമുവേൽ വായിക്കുന്നതാണ്. 2 സാമുവേലിൻ്റെ 14, 11, 14 എന്താണ്? ഈ ദുരാത്മാവ് തിരിച്ചു വന്നിട്ട് 2 കാര്യങ്ങൾ ചെയ്യിക്കും. വ്യഭിചാരം ചെയ്യിക്കും, കൊലപാതകവും ചെയ്യിക്കും. ആരെക്കൊണ്ട്? ആരാണോ ദുരാത്മാവിനെ ആട്ടി ഓടിച്ചത് അവനിലേക്ക് ഈ സംഭവം തിരിച്ചു വരും. 2 സാമുവേലിൻ്റെ 11:4 അതുപോലെ തന്നെ 11-15 തിരുവചനങ്ങളെല്ലാം ഈ സംഭവം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ആരിൽ തിരിച്ചു വരും? സാവൂളിൽ നിന്ന് ദാവീദ് ആട്ടിയകറ്റിയ ദുരാത്മാവ് ദാവീദിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ബർശിബയെ വീഴ്ക്കും, അതുപോലെ തന്നെ ഉറിയായെ കൊല്ലും. ഓക്കെ, ദാവീദിൻ്റെ വിജിലൻസ് പോയതാണ് സമയം. വിജിലൻ്റ് ആയിരിക്കണമായിരുന്നു ദാവീദ് ഈ വിഷയത്തിൽ. താൻ ആട്ടി അകറ്റിയ ദുരാത്മാവ് തന്നെ തന്നിലേക്ക് എപ്പോഴും തിരിച്ചു വരുമെന്ന് കർത്താവ് പറഞ്ഞത് അവനെ അന്നറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഈ കാര്യത്തിൽ പ്രിക്കോഷൻ എടുത്തില്ല. അവനുണ്ട് ഉറങ്ങിയൊക്കെ കഴിഞ്ഞു കൂടിയെന്ന് വെച്ചപ്പോൾ സംഭവം കയറി വന്നു.
ഇതോടുകൂടി ഇവന് അങ്കലാപ്പായി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കാരണം അവനൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു. എന്താണ് ആനുകൂല്യം? വ്യഭിചാരം കൊലപാതകം തള്ളിക്ക വരുമ്പോൾ ഉടനെ സ്വാഭാവികമായിട്ട് അപ്പായ അവനെ തള്ളിപ്പറയുമെന്ന് ഉറപ്പാണ്. അപ്പായ അവനെ തള്ളിപ്പറഞ്ഞാലും വർഷങ്ങളായിട്ട് ഇവന് ജീവിച്ച പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നിർവീര്യമാണെങ്കിലും ആ നിർവീര്യത്തിൻ്റെ ആ അവിശദ സ്വരത്തിൽ ഇവനോട് പറഞ്ഞു, നീ അപ്പായോട് തിരുസന്നിധി നീ എളിമപ്പെട്ട് കഴിഞ്ഞാൽ, നീ അനുതാപപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പ നിന്നെ സഹായിക്കാതിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ പരിശുദ്ധാത്മാവാണ്, ഞാനാണ് അപ്പയുടെ മനസ്സ് വായിക്കുന്ന ആൾ. അപ്പയുടെ മനസ്സ് ഇവനെ തള്ളിക്കളഞ്ഞ് അപ്പയുടെ മനസ്സ് പരിശുദ്ധാത്മാവ് വായിച്ചിട്ട് ദാവീദിനെ സഹായിക്കുന്നുണ്ട്. സഹായിക്കാനുള്ള കാരണം എന്താണ്? നീ അനുതാപപ്പെടാൻ പറഞ്ഞു. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ ഗർഭത്തിൽ വെച്ച് തന്നെ പാപിയാണ്, എൻ്റെ ഈ കാര്യങ്ങളൊന്നും നീ എൻ്റെ കയ്യിരിക്കണ കാട്ടായം കണ്ടുകൊണ്ട് നീ എന്നെ വിലയിരുത്തരുത്. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ്, ഞാൻ പാപികളുടെ കൂടെയാണ് ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ 2 കാര്യങ്ങൾ ചോദിച്ച്, അപ്പായുടെ മുമ്പിൽ നിന്ന് തള്ളിക്കളി, അതായത് എൻ്റെ രാജസ്ഥാനം വേണേൽ എടുത്തോ, എൻ്റെ രാജസ്ഥാനം വേണേൽ എടുത്തോ, ഇതാണല്ലോ എനിക്ക് കുഴപ്പമുണ്ടാക്കി തന്നത്. എനിക്ക് പാപം ചെയ്തത് എൻ്റെ സ്ഥാനമാണ്, എൻ്റെ പദവിയാണ്, ഈ പദവി നീ എടുത്തോ. പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്ക് തരണം. എന്താണ്? നിൻ്റെ തിരുസന്നിധിയിരുന്ന് എന്നെ തള്ളിക്കളയരുത്. പിന്നെ എന്ത് പറഞ്ഞു? പരിപാവനനെ. അതാണ് നമ്മൾ വായിക്കുന്നില്ലേ 51-ാം സങ്കീർത്തനം 11-ാം വാക്യം. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങേ പരിശുദ്ധനെ നിർമ്മലിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവായ ഈശോയുടെ സാന്നിധ്യം നിറയുകയാണ്. ദൈവത്തെ അതിശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അനുതാപത്തോടെ വിളിച്ചുകൊണ്ട് നിന്നെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി ആത്മാവിനാൽ അഭിഷിക്തരാകാൻ നഷ്ടപ്പെട്ടവർക്ക്, പ്രാർത്ഥനാജീവിതം തകർന്നവർക്ക്, വിശുദ്ധ ജീവിതം കരുത്തുപോയവർക്ക് ഇപ്പം പ്രാർത്ഥിക്കുക. ഈ ആശീർവാദത്തിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. അനുതാപത്തോട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.